Hello guys, welcome back to the channel. എന്തായാലും ഇന്ന് വ്യാഴാഴ്ചത്തെ നമ്മൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കി നോക്കാം. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ ചാനലാണ്. എന്തായാലും മാക്സിമം എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. നമുക്ക് എന്തായാലും നോക്കി വെക്കാം വ്യാഴാഴ്ചത്തെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഫുട്ബോൾ ID. അതുപോലെ തന്നെ സംഭവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക വീഡിയോൻ്റെ അടിയിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റ പേജ് ഉണ്ട്, അതിലൊന്ന് DM ചെയ്യുക. നമുക്കൊരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് കോൺട്രാക്റ്റിൽ പോയി നോക്കാം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇന്ന് വന്നിട്ടുള്ള പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വേൾഡ് ക്ലാസിക് ആയിട്ടാണ്. അതിൽ ആരൊക്കെ ഉണ്ട് നോക്കി വെക്കാം. എന്തായാലും നമ്മുടെ പെലയുണ്ട്, പിന്നെ നമ്മുടെ മുള്ളറുണ്ട്, പിന്നെ നമ്മുടെ സോള. അത് പുതിയ പിള്ളേരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല CF SS ഒക്കെ ആവശ്യമുള്ളവർക്ക് അതിനുള്ള പറ്റിയ പാക്കാണ്. ഇപ്പോൾ കോയിനുള്ളവരൊക്കെ ഒന്ന് മാക്സിമം കറക്കാൻ നോക്കുക. പെലയുടെ ഒരു 23 ഏജ് കാർഡാണ് വന്നിരിക്കുന്നത് സാൻഡോസിൽ. സംഭവം വർഷം 1963 കാർഡാണ് സംഭവം. പക്ഷെ സംഭവം ഒരു SS ടൈപ്പ് ആണെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിരിക്കും. എന്തായാലും അത്യാവശ്യം നമുക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. പെലയുടെ വേറൊരു കാർഡുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന കാർഡാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് അത്യാവശ്യം AMF ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, കാരണം ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലേ. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല അവയർനെസ്, ബോൾ കൺട്രോള്, പിന്നെ ലോ ഓഫ് പാസ്, കിക്കിംഗ് പവർ, അത്യാവശ്യം നല്ലൊരു പ്ലെയർ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. പിന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. എന്തായാലും മാക്സിമം എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തോ. മറ്റേ പെലേന് കറക്കിയിട്ട് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ പെലയ്ക്ക് വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. ഇത് ഒരു 106 അല്ലെങ്കിൽ 108, 109 റേറ്റിംഗ് ഒക്കെ പോകാൻ ചാൻസ് ഉള്ള കാർഡാണെന്ന് തോന്നുന്നു ഈ പെലയുടെ കാർഡ്. എന്തായാലും മാക്സിമം എല്ലാവരും എടുക്കാനുള്ളവർക്ക് എടുത്തു. പിന്നെ നമ്മുടെ ജെറാൾഡ് മുള്ളർ വന്നിട്ടുണ്ട്. നമ്മുടെ ജർമ്മനിക്ക് വേൾഡ് കപ്പ് കൊടുത്ത നമ്മുടെ മുള്ളർ വന്നിട്ടുണ്ട്. മുള്ളറിൻ്റെ ഒരു 28 ഏജ് കാർഡാണ്. 73, 74 കാർഡാണ് സംഭവം വന്നിരിക്കുന്നത്. അത് പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫോക്സിൻ്റെ ബോക്സാണ്. പിന്നെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് ഇതും കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഫിനിഷിങ് 84 ഉണ്ട്. അത് നമ്മൾ മാക്സിമം എത്തുമ്പോൾ അത്യാവശ്യം നല്ല 90, 95 മുകളിലൊക്കെ എത്തുമായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആക്സിലറേഷനൊക്കെ ഉള്ള ഇതാണ് ജെറാർഡ് മുള്ളറിൻ്റെ ഈ കാർഡ്. പിന്നെ വന്നിട്ട് നമ്മുടെ സോള, നമ്മുടെ പുതിയ പ്ലെയറാണ്. സോള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ SS ആയിട്ട് ഒരു 31 ഇയർ ഏജ്ഡ് കാർഡാണ്. ഇറ്റാലിയൻ പ്ലെയർ, നമ്മുടെ ചെൽസിക്കൊക്കെ കളിച്ച ആളാണ്. ചെൽസിയിൽ 1970, 98 അതുപോലെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കൊടുത്തിട്ടൊക്കെ ഉണ്ട് നമുക്ക്. എന്തായാലും അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ സ്കില്ലായിട്ട് ബ്രിഡ്സ്കേൾ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രിഡ്സ്കേളുണ്ട്. ഇപ്പോൾ മൂപ്പൊരാൾക്ക് കളിക്കുന്ന സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് SS, AMF, CF ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങും LMF ഒക്കെ ആക്കാൻ പറ്റും. മൂപ്പൊരാൾ റൈറ്റ് ഫുട്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു LMF അല്ലെങ്കിൽ LWF ഒക്കെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബ്രിഡ്സ്കേൾ ഉള്ള കാരണം ബ്രിഡ്സ്കേൾ അടിച്ച് നോക്കുക. അത്യാവശ്യം നല്ല കളി തരും. ഇപ്പോൾ വന്നിരിക്കുന്ന പാക്കുകളൊക്കെ ഇതാണ്. അത്യാവശ്യം നല്ല CFന് വേണ്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും കറക്കിക്കോ. അത്യാവശ്യം നല്ല വെർത്ത് പാക്കാണ്. നമ്മുടെ പെലയുണ്ട്, മുള്ളർ, പിന്നെ സോള, അത്യാവശ്യം എല്ലാം നല്ല CF SS നല്ല രീതിക്ക് നല്ല പവറുള്ള കാർഡുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാമർ വന്നിട്ടുണ്ട്. പിന്നെ ഡെമ്പല് വന്നിട്ടുണ്ട്. ഡെമ്പൽ ഇത് CF ഗോൾ പോച്ചറാണെന്ന് തോന്നുന്നു. ഗോൾ പോച്ചറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് ആക്സിലറേഷനൊക്കെ കാണും. അപ്പോൾ എന്തായാലും മറ്റേ നമ്മുടെ ഗെയിം കളിച്ചിട്ട് നമുക്ക് ഫ്രീ ട്രൈ കിട്ടും. അത് കളിച്ച് അത്യാവശ്യം അത് എടുക്കാൻ നോക്കുക.
അത്യാവശ്യം നല്ല കാർഡാണ് ഇടുംബരയുടെ. സോ കാര്യമായിട്ട് പറയാമെന്ന് ഈ പ്ലേയേഴ്സൊക്കെ തന്നെ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളൂ. ഇന്നത്തെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വേറെ ആരും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ നമുക്ക് ഷോർട്ട് ടൈമായിട്ട് നമ്മൾ ഡേവിഡ് ഡീഗിയനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കാർഡാണ്. നമ്മുടെ പഴയ ഡീഗിയ ഇല്ലേ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ കാണാറില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റാക്കിംഗ് ഗോൾ കീപ്പറായിട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മാക്സിമം ഇത് നമുക്ക് ഫ്രീ ട്രയൽ കിട്ടും തോന്നുന്നു. ഫ്രീ ട്രൈ എന്ന് പറയുമ്പോൾ എന്തോ പാസ് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പുതിയതായിട്ട് അങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഷോപ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഷോപ്പും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഷോപ്പിൽ പ്ലേയേഴ്സിൽ ആരും വന്നിട്ടില്ല. സെറ്റിലെന്ന് തോന്നുന്നു. സെറ്റിൽ നമുക്ക് 2 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഒരു CMF വന്നിട്ടുണ്ട്, ജോലിൻടോൺ എന്നായിട്ട്. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. CMF 29 ഏജാണ്, ബോക്സ് ടു ബോക്സ് ആണ്. സോ ബോക്സ് ടു ബോക്സ് അത്യാവശ്യം CMF കളിപ്പിക്കുന്നവരില്ലേ, 4-3-1-2 ഒക്കെ കളിപ്പിക്കുന്നവർക്ക് ബോക്സ് ടു ബോക്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എടുത്തോളുക. അത്യാവശ്യം നല്ലതാണ്. ബോക്സ് ടു ബ്ലാക്സ് അത്യാവശ്യം നല്ല പ്ലെയർ വരുന്ന കുറവാണ്. ഇത് നമ്മൾ ഡബിൾ ബൂസ്റ്ററും കൂടെയാണ് സംഭവം. സോ പിന്നെ നമുക്ക് CF ആയിട്ട് നമ്മളെ മൈക്കിൾ വന്നിട്ടുണ്ട്. ഒരാൾ 28 ഏജ് കാർഡാണ്. ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ്. അതുപോലെ തന്നെ സംഭവം വലിയ കുഴപ്പമില്ലാത്ത കാർഡാണ്. സംഭവം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എടുത്തോളുക. ഇതൊക്കെ തന്നെ ഇന്നത്തെ അപ്ഡേഷനായിട്ട് മെയിനായിട്ട് വന്നിട്ടുള്ളൂ. അത്യാവശ്യം അക്രോബാറ്റിക് ഫിനിഷിങ്, പിന്നെ സോളോ കൺട്രോൾ, ഹീൽ ട്രിക്ക്, 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്, വിഷണറി പാസ്, ക്യാപ്റ്റൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. സോ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവരെടുത്തോളം. ഞാൻ എന്തായാലും പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യം കോയിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് ക്ലാസിക് പ്ലെയർ നമ്മുടെ പെലയുടെ പാക്ക് ഒന്ന് കറക്കുക. കമ്പയിൽ ആരെ കിട്ടിയാലും വെറുത്താണ്. അത്യാവശ്യം എല്ലാവരും നല്ല പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. പക്ഷെ എന്തായാലും നമ്മുടെ കയ്യിലിപ്പോൾ കോയിനില്ല. നമുക്ക് ആ കോയിൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മറ്റേ റൊണാൾഡോ മൂമിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ വേറെ കോയിനൊന്നും ഇല്ല. സോ അത്യാവശ്യം കോയിനുള്ളവരൊക്കെ അതിൽ CF ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ആ പാക്ക് കറക്കിക്കോളുക. സോ അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും ബൈ.